everyone, welcome back to Asylum Learning. Anita Miss ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് USS ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 27-ാം തീയതിയാണ് നമ്മുടെ എക്സാം. അതുകൊണ്ട് തന്നെ നമുക്കിനി ഒട്ടും സമയം കളയാനില്ല. അതിൻ്റെ കൂടെ തന്നെ ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എന്താണ് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ആസിഡ്സുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരം സ്വയം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എനിവേ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ലിറ്റ്മസ് ഈസ് എ ഡൈ ഒബ്റ്റെയിനിങ് ഫ്രം വിച്ച് പ്ലാന്റ്? ഏതിനം സസ്യത്തിൽ നിന്ന് എടുക്കുന്ന ചായമാണ് നമ്മുടെ ലിറ്റ്മസ് എന്ന് പറയുന്നത്? എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലൈക്കൺ ഉണ്ട്, ആൽഗെ, പയൽ ആൻഡ് നൺ ഓഫ് ദിസ്. ഉത്തരം എന്താണ് മക്കളെ? ലൈക്കൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം. നൈട്രിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അസറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് എന്ന് മക്കൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്ന ആസിഡ് ഏതാണ്? ദ ആസിഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ലെതർ ഏതായിരിക്കും? തന്നിരിക്കുന്ന ആസിഡുകൾ ഏതാണ് നമ്മൾ മഷി അല്ലെങ്കിൽ തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? സിട്രിക് ഉണ്ട്, ടാനിക് ആസിഡ് ഉണ്ട്, അസറ്റിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ നൺ ഓഫ് ദിസ്. ഉത്തരം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ടാനിക് ആസിഡ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മുട്ടത്തോട്, അതായത് എഗ്ഷെല്ലുണ്ട്, മാർബിൾ, ലൈം, ചോക്ക്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ലൈമാണ്. അതിൻ്റെ റീസണും കൂടി നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. കാരണം ഈ മുട്ടത്തോട്, അതുപോലെ തന്നെ ചോക്ക്, അതുപോലെ തന്നെ മാർബിൾ, ഇവയിലൊക്കെ എന്താണ്? കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് തീ കെടുത്തുന്ന വാതകമാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം ഉണ്ടാവുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആസിഡ് കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അത് തീ കെടുത്തുന്ന വാതകമാണ്. അത് രണ്ടും ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്നതാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് തീ കെടുത്തുന്ന വാതകമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടി ആസിഡ് ഏതാണ്? തന്നിരിക്കുന്നതിൽ സിട്രിക് ഉണ്ട്, അസറ്റിക് ഉണ്ട്, മാലിക് ഉണ്ട്, നൈട്രിക് ഉണ്ട്. ഈ ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. കാരണം അസറ്റിക് ആസിഡും മാലിക് ആസിഡും സിട്രിക് ആസിഡും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത്ര ഇല്ല അല്ലേ, അത്ര വീര്യം കുറഞ്ഞതാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്തായിരിക്കും ഇവിടെ? യെസ്, നൈട്രിക് ആസിഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതായിരിക്കും? അസറ്റിക് ആസിഡ് ഉണ്ട്, അതേപോലെ തന്നെ കോസ്റ്റിക് സോഡയുണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ്. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ആൽക്കലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷനിൽ രണ്ടെണ്ണം ഏതാണ്? ആസിഡാണ്. ഒന്ന് അസറ്റിക് ആസിഡും ഒന്ന് സൾഫ്യൂരിക് ആസിഡും. അപ്പോൾ അത് രണ്ടും അല്ല എന്ന് നമുക്കറിയാം. പിന്നെയുള്ള രണ്ട് ഓപ്ഷനിൽ നിന്ന് ഏതാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി. ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? കാസ്റ്റിക് സോഡയാണ്. ഓക്കെ അല്ലേടാ. ഇനി അടുത്ത ചോദ്യം, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആ ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, കാർബോണിക് ആസിഡ് ഉണ്ട്. ഉത്തരം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു, കുറേ ഉത്തരങ്ങളും നമ്മൾ ഇതിലൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സെറ്റാക്കുക, പവർ ആക്കുക. ഇത്തവണ USS നമ്മൾ നേടിയിരിക്കും. ബൈ.